ഡിസംബർ 17 ഗോവ, ദാമൻ, ദിയു എന്നീ സ്ഥലങ്ങളുടെ പോർച്ചുഗീസ് അധിനിവേശത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിവെച്ച ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചത് ഈ ദിവസമാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോഴും പോർച്ചുഗീസുകാരുടെ കീഴിൽ തുടർന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളുടെ വിമോചനത്തിൻ്റെ കഥ 450 വർഷത്തോളം നീണ്ടുനിന്ന കൊളോണിയൽ ഭരണത്തിൽ നിന്ന് എങ്ങനെ ഈ പ്രദേശങ്ങൾ സ്വതന്ത്രമായി എന്നതിൻ്റെ വിശദമായ സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും, എന്നാൽ പലപ്പോഴും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു അധ്യായമാണ് അത്. 1498 വാസ്കോഡ ഗാമ കാലിക്കറ്റിലെത്തിയതോടെയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ആരംഭിച്ചത്. 1510 അൽഫോൻസോ ഡി ആൽബുക്കെർക്ക് എന്ന പോർച്ചുഗീസ് നാവിക സേനാധിപൻ ബീജാപ്പൂർ സുൽത്താനെ പരാജയപ്പെടുത്തി ഗോവ കീഴടക്കി. ഇതോടെ ഗോവ പോർച്ചുഗീസ് ഇന്ത്യയുടെ തലസ്ഥാനമായി മാറി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗൽ ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളും കീഴടക്കി. 1535 ദിയുവും 1559 ദമനും പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിൽ വന്നു. ഇങ്ങനെ ഏകദേശം 450 വർഷത്തോളം ഈ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായി. ഇന്ത്യയിലെ യൂറോപ്യൻ കൊളോണിയൽ ഭരണങ്ങളിൽ ഏറ്റവും ദീർഘകാലം നിലനിന്നത് പോർച്ചുഗീസ് ഭരണമായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായി. എന്നാൽ ഫ്രഞ്ച്, പോർച്ചുഗീസ് കോളനികൾ അപ്പോഴും യൂറോപ്യൻ നിയന്ത്രണത്തിലായിരുന്നു. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയ ഫ്രഞ്ച് കോളനികൾ 1954 സമാധാനപരമായി ഇന്ത്യയുമായി ലയിച്ചു. എന്നാൽ പോർച്ചുഗൽ ഗോവ, ദമൻ, ദിയു എന്നിവ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തുടക്കത്തിൽ നയതന്ത്രപരമായ മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. 1947 മുതൽ 1961 വരെ ഇന്ത്യ നിരവധി നയതന്ത്ര ശ്രമങ്ങൾ നടത്തി. ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇത് ഉന്നയിക്കപ്പെട്ടു. എന്നാൽ പോർച്ചുഗൽ ചർച്ചകൾക്ക് തയ്യാറായില്ല. 1953 ഇന്ത്യ ഗോവയിലെ പോർച്ചുഗീസ് എൻക്ലേവുകളിലേക്കുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ വെട്ടിക്കുറച്ചു. ദാദ്ര, നഗർ ഹവേലി എന്നീ ചെറിയ എൻക്ലേവുകൾ 1954 സ്വതന്ത്ര സമര സേനാനികൾ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തു. ഇവ 1961 ഔപചാരികമായി ഇന്ത്യയുമായി ലയിച്ചു. എന്നാൽ ഗോവയുടെ കാര്യത്തിൽ പോർച്ചുഗൽ വളരെ കഠിനമായ നിലപാട് സ്വീകരിച്ചു. പോർച്ചുഗലിന് നാറ്റോ അംഗത്വമുണ്ടായിരുന്നതിനാൽ പാശ്ചാത്യ ശക്തികൾ, പ്രത്യേകിച്ച് US-ഉം UK-യും പോർച്ചുഗലിനെ പിന്തുണച്ചു. ഇത് നയതന്ത്ര പരിഹാരത്തെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കി. ഗോവയിൽ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ പതിറ്റാണ്ടുകളായി പ്രതിരോധം നിലനിന്നിരുന്നു. 1946 ഡോക്ടർ രാം മനോഹർ ലോഹിയ, പട്ടാഭി സീതാരാമയ്യ തുടങ്ങിയ നേതാക്കൾ ഗോവയിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ഗോവൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. 1955 ഓഗസ്റ്റ് 15 ആയിരക്കണക്കിന് സത്യാഗ്രഹികൾ സമാധാനപരമായ പ്രക്ഷോഭങ്ങളിലൂടെ ഗോവയിലേക്ക് പ്രവേശിച്ചു. പോർച്ചുഗീസ് പോലീസ് ഇവരുടെ മേൽ വെടിവെച്ചു. ഈ സംഭവത്തിൽ നിരവധി സത്യാഗ്രഹികൾ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് ഗോവൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക നിമിഷമായി മാറി. ഗോവയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തമായി. പോർച്ചുഗീസ് സർക്കാർ ഈ പ്രസ്ഥാനങ്ങളെ ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു. നിരവധി സ്വതന്ത്ര സമര സേനാനികൾ ജയിലിലടയ്ക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. 1960കളുടെ തുടക്കത്തോടെ ഇന്ത്യൻ സർക്കാരിന് നയതന്ത്രപരമായ പരിഹാരം സാധ്യമല്ലെന്ന് വ്യക്തമായി. ഇതിനിടെ 1961 ആഫ്രിക്കയിലെ അങ്കോളയിൽ പോർച്ചുഗീസുകാർ നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. ഇത് പോർച്ചുഗീസ് കൊളോണിയസത്തിനെതിരെ ആഗോള അഭിപ്രായം മാറുന്നതിന് കാരണമായി. 1961 ഡിസംബർ 17 ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു.
പ്രതിരോധ മന്ത്രി വി.കെ. കൃഷ്ണമേനോന്റെയും സൈനിക നേതാക്കളുടെയും നേതൃത്വത്തിൽ സൈനിക പദ്ധതി തയ്യാറാക്കി. സൈന്യം മുന്നേറി. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവ സംയുക്തമായി പ്രവർത്തിച്ചു. 3 ദിശകളിൽ നിന്നും ഗോവയിലേക്ക് സൈന്യം മുന്നേറി. ഡിസംബർ 17 അർദ്ധരാത്രിക്ക് ശേഷം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പോർച്ചുഗീസ് സൈന്യത്തിന് ഏകദേശം 3000 സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പലരും പ്രാദേശികമായി റിക്രൂട്ട് ചെയ്യപ്പെട്ടവരായിരുന്നു. ഇന്ത്യൻ സൈന്യം അതിലും വളരെയധികം കൂടുതലായിരുന്നു. ഡിസംബർ 18 പ്രഭാതത്തോടെ ഇന്ത്യൻ സൈന്യം ഗോവയുടെ അതിർത്തികൾ കടന്നു. ദാമൻ, ദിയു പ്രദേശങ്ങളിലും ഒരേ സമയം പ്രവർത്തനങ്ങൾ നടന്നു. പോർച്ചുഗീസ് ഗവർണർ ജനറൽ വെസല്ലോ ഇ സിൽവ ശക്തമായി പ്രതിരോധിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. പഞ്ചിമിൽ കേന്ദ്രീകരിച്ചിരുന്ന പോർച്ചുഗീസ് ആസ്ഥാനത്തിലേക്ക് ഇന്ത്യൻ സൈന്യം വേഗത്തിൽ മുന്നേറി. ഡിസംബർ 19 വൈകുന്നേരം 5:30 സൈനിക പ്രവർത്തനം ആരംഭിച്ച് വെറും 36 മണിക്കൂറിനുള്ളിൽ പോർച്ചുഗീസ് ഗവർണർ ജനറൽ കീഴടങ്ങി. അദ്ദേഹം ഔപചാരികമായി കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെച്ചു. 450 വർഷത്തെ പോർച്ചുഗീസ് ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഈ ഹ്രസ്വമായ സൈനിക നടപടിയിൽ ഇന്ത്യൻ സൈന്യത്തിലെ 22 സൈനികർ രക്തസാക്ഷികളായി. പോർച്ചുഗീസ് ഭാഗത്ത് ഏകദേശം 30 സൈനികർ മരിച്ചു. സിവിലിയൻ നാശനഷ്ടം വളരെ കുറവായിരുന്നു. ഇന്ത്യ അക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഈ സൈനിക നടപടിക്ക് അന്താരാഷ്ട്ര തലത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ നടപടിയെ വിമർശിച്ചു. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇത് ഉന്നയിക്കപ്പെട്ടു. എന്നാൽ സോവിയറ്റ് യൂണിയൻ വീറ്റോ ഉപയോഗിച്ച് ഇന്ത്യയെ പിന്താങ്ങി. പല ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ നടപടിയെ ഡീകൊളോണൈസേഷന്റെ ന്യായമായ ഭാഗമായി കണ്ടു. 1961 ഡിസംബർ 20 ഗോവ, ദാമൻ, ദിയു എന്നിവ ഔപചാരികമായി ഇന്ത്യയുമായി ലയിച്ചു. ആദ്യം ഇത് യൂണിയൻ ടെറിട്ടറിയായി പ്രഖ്യാപിച്ചു. 1987 മെയ് 30 ഗോവ ഇന്ത്യയുടെ 25ാമത്തെ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ദാമൻ, ദിയു യൂണിയൻ ടെറിട്ടറിയായി തുടർന്നു. പിന്നീട് ദാദ്ര, നാഗർ ഹവേലിയുമായി ചേർന്ന് ഒറ്റ യൂണിയൻ ടെറിട്ടറിയാക്കി. ഇന്ന് ഗോവ വിമോചന ദിനം ഡിസംബർ 19 വലിയ ആഘോഷത്തോടെ ആചരിക്കുന്നു. ഗോവയിൽ ഇത് ഔദ്യോഗിക അവധി ദിവസമാണ്. പോർച്ചുഗീസ് സ്വാധീനം ഗോവയുടെ വാസ്തുവിദ്യ, ഭക്ഷണം, സംസ്കാരം എന്നിവയിൽ ഇപ്പോഴും കാണാം. ബസിലിക്ക ഓഫ് ബോം ജീസസ് പോലുള്ള സ്മാരകങ്ങൾ ലോക പൈതൃക സ്ഥലങ്ങളാണ്. ഗോവ വിമോചനം ഇന്ത്യയുടെ ദേശീയ അഖണ്ഡതയിലേക്കുള്ള പ്രധാന ചുവടുവയ്പായിരുന്നു. വൈദേശിക അധിനിവേശത്തിനെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഇത് പ്രകടമാക്കി.